ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ടായതിനു ശേഷം പൊതുവെ ഉയർന്നുവരുന്ന പ്രധാന സംശയമായിരുന്നു പഴയ ലാമിനേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറ്റാമെന്നുള്ളത്. നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റുന്നതിനായി ഓൺലൈനായി തന്നെ 200 രൂപ ഫീസും പോസ്റ്റൽ ചാർജും അടച്ച് അപേക്ഷിച്ചാൽ സ്മാർട്ട് കാർഡ് ലൈസൻസ് വീട്ടിലെത്തുന്നതാണ്. 31/3/2024 തീയതി വരെ മാത്രമേ ഈ കുറഞ്ഞ നിരക്കിലുള്ള ഫീസിൽ ലൈസൻസ് മാറ്റി നൽകുകയുള്ളൂ. അതിനുശേഷം ഏകദേശം 1200 രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 7ലധികം സുരക്ഷാ ഫീച്ചറുകളാണ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കയറാവുന്നതാണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതർ സർവീസ് നിങ്ങൾക്ക് കാണാം. അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് വരും. ഇവിടെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. കോൺടാക്ട്ലെസ് ലൈസൻസ് സർവീസ് എന്നൊരു വിൻഡോ കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് സർവീസ് കൊടുത്തിട്ടുണ്ട്. ഈ സർവീസിൽ നമുക്ക് ആവശ്യമുള്ളത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL അഥവാ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഇത് കൂടാതെ ഇതിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിൻഡോ കിട്ടും. ഇതിലും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ആവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു മെനു ബാർ നമുക്ക് കാണാം. അതിലൂടെയും നമുക്ക് റീപ്ലേസ്മെൻറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 16ഓളം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കണ്ടിന്യൂ എന്ന ബട്ടണിൽ അമർത്തുന്നത് വഴി ഇത്തരത്തിലൊരു ഡയലോഗ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ തന്നിരിക്കുന്ന ഒരു ക്യാപ്ചയും ഉണ്ടാവും. ഈ വിവരങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഗെറ്റ് ലൈസൻസ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഇതുപോലൊരു വിൻഡോ കാണാം. ഇത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഒന്നിലധികം കൺഫർമേഷൻ ഡീറ്റെയിൽസ് ഈ ഒരു വിൻഡോയിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാലിഡിറ്റി എന്നാണ് അവസാനിക്കുന്നതെന്ന്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ തന്നെയാണെന്ന് ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അതിനായിട്ട് യെസ് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഏത് RTOയുടെ കീഴിലാണോ ഉള്ളത് RTO സെലക്ട് ചെയ്യുക. തുടർന്ന് മൊബൈൽ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണോ അല്ലെങ്കിൽ വ്യത്യസ്തമുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താവുന്നതുമാണ്. തുടർന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അക്നോളജ്മെൻറ്റിൽ അതായത് അഡ്രസ്സിൻ്റെ അക്നോളജ്മെൻറ്റ് ശരിയാണെന്ന് ഉറപ്പുവരുത്തി ഓക്കെ ചെയ്യുക. അതിനുശേഷം റീപ്ലേസ്മെൻറ്റ് ഓഫ് DL അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുക. ഫോം 1ൻ്റെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചുകൊണ്ട് അവ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തി ടിക്ക് ചെയ്യേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ ഫോമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം യെസ് ആണോ നോ ആണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഡിക്ലറേഷൻ സക്സസ്ഫുൾ ആയി എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ അമർത്തിക്കൊണ്ട് ജനറൽ ഡിക്ലറേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏകദേശം 5ഓളം ഡിക്ലറേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവ ഓരോന്ന് വായിച്ച് നോക്കി ക്ലിക്ക് ചെയ്യേണ്ടതും യെസ് എന്നെങ്കിൽ നോ കൊടുക്കേണ്ടതുമാണ്. 5 പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ബോക്സിൽ ക്യാപ്ച അടിക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കി എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഏത് മൊബൈൽ നമ്പറാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജാണ്. അതിനായി രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. റിക്വയർഡ് ഡോക്യുമെൻറ്റ് എന്ന ഹെഡിങ്ങിനാണ് ഡോക്യുമെൻറ്റ് എന്ന ഓപ്ഷനിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രൂഫായും ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് അല്ലെങ്കിൽ സെൽഫ് സൈനഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് PDF ഫോർമാറ്റ് ആയിരിക്കണം. 500 KB താഴെയുമായിരിക്കണം. അതിനായി ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ PDF ഫയൽ അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം കൺഫേം ചെയ്യുകയാണെങ്കിൽ ആൾ ഡോക്യുമെൻറ്റ്സ് ആർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെയുള്ള ടേബിളിൽ പ്രൂഫ് എന്ന ഹെഡിങ്ങിന് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ അപ്ലോഡ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF അതുതന്നെയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ്. തൊട്ട് ഇടതുവശത്ത് കാണുന്ന ഡോക്യുമെൻറ്റ് എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താവുന്നതുമാണ്. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് അവസാനത്തെ സ്റ്റേജായ ഫീ പേയ്മെൻറ്റിലൂടെ കടക്കാവുന്നതാണ്. ഫീ പേയ്മെൻറ്റിലൂടെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനുള്ള അവസാനത്തെ സ്റ്റേജും പൂർത്തീകരിക്കാവുന്നതാണ്. തുടർന്ന് ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന വിൻഡോയിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് താഴെ കാണാൻ സാധിക്കും. അതിൽ ബാങ്ക്, ഗേറ്റ്വേ, ട്രഷറി എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി പേ നൗ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ഐ എഗ്രി ദി ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ ജാലകത്തിലേക്ക് കടക്കുന്നതാണ്. ഇവിടെ നമുക്ക് പല രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, നെറ്റ് ബാങ്കിങ്, UPI. സ്കാൻ ആൻഡ് പേ ഏതാണോ സൗകര്യപ്രദം അതിനനുസരിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്കാൻ ആൻഡ് പേ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ നടത്താം. പേയ്മെൻറ്റ് ഓപ്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായും സബ്മിറ്റ് ആകുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയോ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൈപ്പറ്റുന്നതിന് വേണ്ടിയോ RTO ഓഫീസ് സന്ദർശിക്കേണ്ടതില്ല. ഡ്രൈവിംഗ് ലൈസൻസ് തപാൽ മുഖേന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് വരുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായി മുകളിൽ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് തിരഞ്ഞെടുത്തുകൊണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യുക.